ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആലപ്പുഴയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ജില്ലയുടെ ആരോഗ്യ വികസന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് നൽകുകയാണ്. അനുയോജ്യമായ സ്ഥലം ഒരു ഘട്ടത്തിൽ പ്രധാന പ്രശ്നമായിരുന്നു. എങ്കിൽ ഇന്ന് അതും പരിഹരിക്കപ്പെട്ടതോടെ ഏറെ പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. അമ്പലപ്പുഴ പുറക്കാട്ടെ സ്മൃതി വനപ്രദേശത്ത് എയിംസ് എത്തിയാൽ അത് കേരളത്തിൻ്റെ വികസന വളർച്ചയ്ക്ക് ഒപ്പം നാട്ടുകാരുടെ ദുരിത ജീവിതത്തിനും അറുതിയാകും. 200 ഏക്കർ സ്ഥലമാണ് എയിംസിന് ആവശ്യം. ഇത് ലഭ്യമാക്കിയാൽ അനുകൂലമായ സമീപനമുണ്ടാകുമെന്ന് സർക്കാർ 2014 ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. അടുത്തിടെയാണ് എയിംസ് ചർച്ചകൾ വീണ്ടും സജീവമായത്. സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ഒരു ഘട്ടത്തിലെ പ്രധാന വെല്ലുവിളി. എന്നാൽ ജില്ലയിൽ ഇതിനനുയോജ്യമായ 3 സ്ഥലങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അമ്പലപ്പുഴ പുറക്കാടുള്ള ഗാന്ധി സ്മൃതി വനപ്രദേശമാണ് ഇതിൽ കൂടുതൽ അഭികാമ്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വിവിധ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച മണക്കൽ പാടശേഖരം ഇന്ന് വിഷപ്പാമ്പുകളുടെയും നീർനായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 100 മേനി വിളവുള്ള 636 പാടശേഖരം വനമില്ലാത്ത ആലപ്പുഴയ്ക്ക് ഒരു നിർമ്മിത വനം ലക്ഷ്യമിട്ടാണ് ഏറ്റെടുത്ത് 1994 പദ്ധതിക്ക് തുടക്കമിട്ടത്. തുടർന്നു വന്ന സർക്കാരുകൾ താൽപ്പര്യം കാണിക്കാതിരുന്നതോടെ പ്രദേശം കാടുകയറി. ഇതോടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതവും ദുരിതപൂർണമായി. മഴക്കാലത്ത് വെള്ളം ഉയർന്ന് സമീപ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകും. മുട്ടറ്റം ചെളിയിലാണ് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം. പാമ്പുകളുടെ കടിയേറ്റ് ഇതിനോടകം പൊലിഞ്ഞത് നിരവധി ജീവനുകളാണ്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് എയിംസ് വരുന്നതോടുകൂടി ഈ നാടിനാകെ അമ്പലപ്പുഴയ്ക്കാകെ വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യ മേഖലയിലെ മാറ്റം, അതിനപ്പുറമായി ഒരു നാടിൻ്റെ വികസനത്തിന് പോലും എയിംസ് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. സ്ഥല സൗകര്യമാണ് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്. അതിന് ഉതകുന്ന ഒന്നാണ് സ്മൃതിവന പദ്ധതി പ്രദേശം എന്നുള്ളത് കൊണ്ട് അവിടെ കിടക്കുന്ന സ്ഥലം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറായാൽ ഒരു വലിയ മാറ്റം, വലിയ മേന്മ ഈ കാര്യത്തിൽ ഉണ്ടാകും. എയിംസ് സ്മൃതി വനപ്രദേശത്ത് പ്രാവർത്തികമായാൽ വികസനത്തോടൊപ്പം പുറക്കാട് നിവാസികളുടെ നാളുകളായുള്ള ഈ ദുരവസ്ഥയ്ക്കും അവസാനമാകും. പകർച്ചവ്യാധികളുടെ പറദീസ എന്നറിയപ്പെട്ടിരുന്ന ആലപ്പുഴ ഇന്ന് ഏറെ മുന്നേറിയെങ്കിലും ജലജന്യ രോഗസാധ്യത വളരെ കൂടുതലാണ്. മത്സ്യത്തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന ജില്ലയിൽ ആരോഗ്യമേഖലയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിലും ചികിത്സാ സൗകര്യങ്ങളിലും വലിയ കുറവുകളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല. ഈ ഘടകങ്ങളെല്ലാം പരിഗണനയ്ക്കെടുത്താൽ പദ്ധതി പ്രാവർത്തികമാകേണ്ടത് ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളുടെ ജനകീയ ആവശ്യമാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി കേരളം കാത്തിരിക്കുന്ന എയിംസ് ആലപ്പുഴയിലേക്ക് എത്തുമോ എന്നാണ് കിഴക്കിൻ്റെ വെനീസ് ഇന്ന് ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.